ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തട്ടുകട, ബേക്കറി, വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അവർ പറയും, ബുദ്ധിമുട്ട് പറയും. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഒട്ടും കിടക്കുന്നില്ല. ഇത് സൗജന്യ എല്ലാ ഇതിനകത്തുള്ള സ്റ്റൗ ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് അത്രയും വേസ്റ്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അവർ വന്ന് അത് റെക്ട് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് നിങ്ങളിപ്പോൾ വായിക്കേണ്ട ആരും ഞാൻ സ്നേഹപൂർവ്വം വിനോദ് അല്ലേ പേരിന് ബിനുവിനെ സ്നേഹപൂർവ്വം ഇത് പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുമ്പിലേക്ക് അവർക്ക് നിങ്ങൾ മടക്കി വെച്ചാൽ മതി. ഇത് പറയും. സ്നേഹപൂർവ്വം ബിനുവിനെ, സ്നേഹപൂർവ്വം വിവേദിലേക്ക്, സ്നേഹപൂർവ്വം പ്രിയപ്പെട്ട സതീശിനെയും എല്ലാവരെയും സ്നേഹിക്കും. താങ്ക് യു സർ. ബഹുമാനപ്പെട്ട ഈ സംഘടനയുടെ സെക്രട്ടറി തങ്കജൻ സർ, അതുപോലെ ഈ മീറ്റിങ്ങിനായിട്ട് കടന്നു വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും ബയോടെക്കിൻ്റെ പേരിൽ എൻ്റെ സ്നേഹാശംസകൾ. ബയോടെക് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം തിരുവനന്തപുരം ജില്ലയിൽ 32 വർഷക്കാലമായിട്ട് ഉള്ള ഒരു സേവന പാരമ്പര്യമുള്ള കമ്പനിയാണ്. 2024 നമ്മൾ 100 വനിതാ സംരംഭകർക്ക് വേണ്ടി, അത് ചെറുകിട വനിതാ സംരംഭകർ, അത് ഹോട്ടൽ, തട്ടുകട, അതുപോലെ തന്നെ ഹോം സ്റ്റേ, പിന്നെ കോഴി, കാട, മുയൽ, പിന്നെ അങ്ങനത്തെ ചെറിയ ഫാം അതുപോലത്തെ നടത്തുന്ന ആളുകൾക്ക് അവരുടെ ഈ ഫാം നടത്തുന്നതിൽ വരുന്ന വേസ്റ്റ് സംസ്കരിക്കാൻ വേണ്ടി ബയോഗ്യാസ് പ്ലാന്റ് കൊടുക്കുകയുണ്ടായി. അത് 100 പേർക്കാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2026 അത് 1000 എണ്ണമായിട്ട് 2ാം ഘട്ടം ആരംഭിച്ചു. എൻ്റെ പേര് സതീഷ് ഗോപാൽ എന്നാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം 10 സോൺ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത് കൃത്യമായൊരു ഐഡിയ ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ സോണൽ ബേസ് ചെയ്ത് ഒരു ഗ്യാതറിങ് നിങ്ങളെ മെമ്പേഴ്സിന് ഇത് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന് അവരോട് അത് ഡയറക്റ്റായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് ബെനിഫിഷ്യൽ കണ്ടെത്തുന്നത്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം നിങ്ങൾ പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വളരെ സ്പീഡാണ്. നമുക്കറിയാം, ചെറുകിട ഹോട്ടലുകൾ വലിയ ആൾക്കാരല്ല നമ്മൾ ഫോക്കസ് ചെയ്തത്. അതായത് മാലിന്യമുണ്ട്, എന്നാൽ ഇതൊരു 1.5 ലക്ഷം രൂപ കൊടുത്ത് ഇത് വാങ്ങാൻ പറ്റത്തില്ലാത്ത ആളുകൾ, ചെറുകിട സംരംഭകർ, ഹോം സ്റ്റേ പോലുള്ള സംവിധാനങ്ങൾ, കാട, കോഴി പോലുള്ള ഫാമുകൾ, ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് വനിതാ സംരംഭകരാണ് നമ്മൾ കൂടുതലും കണ്ടെത്തുന്നത്. കാരണം അവരെ ഒന്ന് എംപവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് പോളിസിയാണ്. ഇപ്പം കൂടുതൽ നിയമങ്ങൾ ഇപ്പം വലിയ താമസിക്കാതെ വരുന്നുണ്ട്. അതായത് നമ്മുടെ മാലിന്യം നമ്മുടെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം എന്നുള്ള ഒരു വളരെ കർക്കശമായിട്ടുള്ള ഒരു പോളിസിയാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചില ഹോട്ടലുകാർ നമ്മുടെ എൻ്റെ ഒരു ഫീൽഡ് അനുഭവത്തിൽ പറയുന്നത്, അവർ ഹോട്ടലിൽ നിന്ന് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകും. അത് പറ്റത്തില്ല, ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർ ഹോട്ടലുണ്ടെങ്കിൽ ഹോട്ടലിൽ തന്നെ അതിൻ്റെ വേസ്റ്റ് അത് നിർമ്മാണം ചെയ്യണം എന്നുള്ളതാണ് ഒരു പോളിസി. 2, ഇനി മിക്കവാറും ഹോട്ടലുകൾ പന്നി ഫാമുകളിലോട്ടാണ് ഇത് കൊടുത്തുവിടുന്നത്. ഇനി അതിനെല്ലാം പിടി വീഴും. അപ്പം അത്തരം ആളുകളെയൊക്കെ നിങ്ങൾക്ക് സമീപിച്ചാൽ, ഞങ്ങൾ കൂടുതലും ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഈ റിസോഴ്സ് പേഴ്സൺമാരുണ്ട്. അതായത് ഇതിൻ്റെ സ്ക്വാഡ് പോകുമ്പം ഫൈൻ അടിക്കുന്ന കുറേ കേസുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള കേസുകളെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും അവർ. അപ്പോൾ നമ്മളിത് സംസാരിച്ച് അവർക്ക് പ്ലാന്റ് വെച്ച് കൊടുത്ത് ധാരാളം കേസുകൾ നമുക്കുണ്ട്. പിന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളാണ് ഞാൻ അത്തരത്തിലുള്ള ആളുകളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇത്തരത്തിൽ മാലിന്യ പ്രശ്നം നിങ്ങൾക്കറിയാം, വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അത് ശരിക്കും പറഞ്ഞ് പരിഹരിക്കേണ്ടത് നമ്മുടെ കൂടെ ഒരു ആവശ്യമാണ്. അപ്പം അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുക, അവരോട് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ നമുക്കൊരു ഫോമുണ്ട്, ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോമുണ്ട്. നിങ്ങൾ വിളിച്ചാൽ ഏത് സ്ഥലത്ത് ഞാൻ വന്ന് നമുക്കത് ചെയ്തു തരാൻ പറ്റും. അത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് സർവീസിനെ എവിടെ വിളിച്ചാലും നമുക്ക് അവിടെ വന്ന് നിങ്ങൾക്ക് സർവീസ് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ അത് കൂടുതൽ മുന്നോട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആളുകളിലോട്ട് എത്താൻ പറ്റുന്ന എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചു കൂട്ടുകയോ പേഴ്സണലായിട്ട് പറയുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ടൊക്കെ എൻ്റെ സേവനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. എന്തായാലും എല്ലാവരും നന്നായിട്ട് ചെയ്യുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഞങ്ങളുടെ 3 പേരുടെ പേരിലും ബയോടെക്കിൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും തങ്കജൻ സാറ്